ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെ ഓർത്ത് നമ്മൾ പാടാറുണ്ടോ? യെസ്, നോ എന്നൊക്കെ ആൻസർ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നേക്കാം. പക്ഷെ നോ എന്നൊരിക്കലും വരരുത്. കർത്താവ് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെ ഓർത്ത് ഞാൻ എന്ത് ചെയ്യാറുണ്ട്? കർത്താവിന് പാടാറുണ്ട്, കർത്താവിന് മഹത്വം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ആ കരങ്ങൾ ഉയർത്തി ചേർന്ന് ആ കർത്താവിന് മഹത്വം കൊടുക്കാൻ, അവൻ ചെയ്ത സകല ഉപകാരങ്ങളെയും ഓർത്ത്, അവൻ ചെയ്ത സകല നന്മകളെയും ഓർത്ത് അവൻ ആ കരം ഉയർത്തി ആത്മാർത്ഥതയോടെ ദൈവത്തിന്റെ മകൻ പറഞ്ഞാട്ടെ. അങ്ങനെയെങ്കിൽ ആ വേദഭാഗങ്ങളിൽ ദൈവാത്മ നിയോഗത്തിൽ നാം വായിക്കപ്പെട്ട തലങ്ങളിൽ പരിശുദ്ധയാത്മാവ് വളർത്തി തന്നൊരു വേദഭാഗമുണ്ട്. അതിന്റെ 22-ാം വാക്യം എന്തായിരുന്നു? 22-ാം വാക്യത്തിൽ ഒരാൾ ശബ്ദം ഉയർത്തി നിർത്തി ആ വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കുമല്ലോ. തന്റെ ഭവനത്തിന് അവന് കർത്താവായും തന്റെ സർവസമ്പത്തിനും അധിപതിയായി. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ വചനം അവിടെ എന്താ രേഖപ്പെടുത്തുന്നത്? തന്റെ ഭവനത്തിന് അവനെ കർത്താവായും തന്റെ സർവസമ്പത്തിനും അധിപതിയായും നിയമിച്ചു എന്നുള്ള കാര്യം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സ്വന്തം അങ്ങനെയെങ്കിൽ ഓർത്തുകൊള്ളണം, ഞാൻ എൻ്റെ ആയുസ്സിൽ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി, വസ്തുവാകട്ടെ, ഭവനമാകട്ടെ, വാഹനങ്ങളാകട്ടെ, ഇതെല്ലാം സമ്പാദിച്ചത് നമ്മുടെ കഴിവാണോ? അല്ല. പിന്നെയോ ദൈവം തന്ന ദാനമാണെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. പക്ഷെ ദാവീദ് തന്റെ അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് അവൻ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ അവന്റെ ശ്രദ്ധയിലേക്ക് ആമേൻ യോസേഫിന്റെ ജീവിത ചരിത്രത്തെ പരിശുദ്ധയാത്മാവ് കൊണ്ടുവരികയാണ്. ആമേൻ. ബന്ധുക്കൾ തള്ളിയ സ്ഥാനത്ത്, പലരും ഉപേക്ഷിച്ച സ്ഥാനത്ത് ദൈവം അവനെ മാന്യതയോടെ അധിപതിയാക്കി മുന്നിക്കൊണ്ടുവന്ന ഒരു സംഭവ ചരിത്രം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നാം ആരും നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. യോസേഫിനെ അവൻ തള്ളിയ കരം നമ്മുടെ നടുവിലുമുണ്ട്. യോസേഫിനെ അവൻ നിന്ദിച്ച നാവ് നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. എന്നാൽ യോസേഫിനെ മാനിച്ച ദൈവം അവൻ നമ്മുടെ നടുവിൽ ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നിശ്ചയമായും ആ ഇറങ്ങി വന്ന കരം യോസേഫിനെ മാനിച്ച് ഒരു ദേശത്തിന്റെ അധിപതിയാക്കി ദൈവം അവനെ നിർത്തിയെങ്കിൽ ദൈവം നമ്മെ നട്ടിരിക്കുന്ന പാളയം എന്ന ഭവനത്തിന് അവൻ ദൈവം ചില അവകാശങ്ങളെ കർത്താവ് നൽകപ്പെടാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിച്ച് ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരും. എന്റെ ഭവനത്തിൽ വെളിപ്പെടേണ്ട അവകാശം എന്ന നന്മ വാഴ്ത്തം പിശാചേ നീ കാലവാഹനെ കരസ്ഥമാക്കി വെക്കാനുള്ളതല്ല. പിന്നെയോ ഞാൻ ദൈവത്തിന്റെ പൈതല യോസേഫിനെ മാനിച്ച കർത്താവ് ഇന്ന് പകലും എന്നെയും മാനിപ്പാൻ എവിടെ വന്നിട്ടുണ്ട്? എന്റെ ജീവിതത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നിശ്ചയമായും അവൻ നമ്മെ മാനിപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 40-ാം വാക്യത്തിൽ ദൈവാത്മാവ് ഒന്ന് രണ്ട് കാര്യങ്ങളെ പരിശുദ്ധയാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 40-ാം വേദഭാഗങ്ങളിൽ അവൻ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാ? വേഗത്തിൽ വായിച്ചു. നിന്റെ വാക്ക് ജനമെല്ലാം അനുസരിച്ച് നടക്കും. ഒന്നുകൂടെ വായിക്കാമോ? നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. യോസേഫ് മിസ്രയീമിൽ അധികാരിയാകുന്ന ഒരു സംഭവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തമ്മിൽ കരം കൊടുത്തൊന്ന് പറ. ദൈവം ചില വാഗ്ദത്തങ്ങളുടെ അധികാരിയാക്കി ദൈവം എന്നെ തീർക്കാൻ പോകുകയാണ്. ദൈവം ചില നന്മയുടെ അധികാരിയാക്കി ദൈവം എന്നെ തീർക്കപ്പെടാൻ പോകുകയാണ്. കർത്താവിന്റെ വചനം അവിടെ എന്താ രേഖപ്പെടുത്തിയെന്ന് അറിയാമോ? ആമേൻ. ഒന്നുകൂടെ വായിക്കാമോ? 40-ാം വാക്യം. നീ എന്റെ ഗ്രഹത്തിന്, ആ വേട് ദൈവമക്കൾ ഒന്ന് പിടിച്ചു പ്രാർത്ഥിച്ചോണം. എന്താണ്? നീ എന്റെ ഗ്രഹത്തിന്, നോക്കിക്കേ, അവൻ എന്റെ ഗ്രഹത്തിന്, എന്റെ അവൻ കൊട്ടാരത്തിന്, എന്റെ രാജ്യത്തിന് ഞാൻ നിന്നെ അധിപതിയാക്കാൻ പോകുകയാണ്. നീ പരദേശിയാണ് എന്ന് പറഞ്ഞ് പലരും നിന്നെ കളിയാക്കിയേക്കാം. നിന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് പലരും പറഞ്ഞ് കളിയാക്കിയേക്കാം. പക്ഷെ വിശ്വസ്തന്മാരെ ചിലരെ ഗ്രഹങ്ങളിൽ നിന്ന് ദൈവം ഈ നാളുകളിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്.
എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എന്റെ ഗൃഹത്തിന് ദൈവം എന്നെ അധിപതിയാക്കണം, എന്റെ ഗൃഹത്തിന്റെ എന്റെ ഭവനത്തിന്റെ നടുവിൽ ആമേൻ ആമേൻ പിശാച് ആമേൻ കൊണ്ടിടുന്ന സകല വിഷയം, അത് രോഗാത്മാവാകട്ടെ, ഇരുട്ടിന്റെ മേഖലകളാകട്ടെ, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിനെതിരാകട്ടെ, നിന്റെ ആത്മമണ്ഡലത്തിനെതിരെയാകട്ടെ, ഏത് മേഖലകളിലായിരുന്നാലും കൃപ പ്രാപിച്ച ദൈവമക്കൾ ചേർന്ന് നാമചലിപ്പിച്ചിട്ട് പറയണം, എന്റെ ഗൃഹത്തിന് ഞാൻ അവകാശിയാകാൻ പോകുകയാണ്, എന്റെ അവകാശത്തിന്, എന്റെ വാഴ്ത്തത്തിന് ഞാൻ അവകാശിയാകാൻ പോകുകയാണ്. ദൂത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ, ദൈവശബ്ദം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ. പക്ഷെ മാസങ്ങളും വർഷങ്ങളും കാലങ്ങളായും നിറവേറാതെ കിടക്കുന്ന ചില വാഴ്ത്തങ്ങളൊക്കെ ഇല്ലേ? ഉണ്ട്, നിശ്ചയമായും ഉണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ പ്രാർത്ഥിക്കുക, പിശാചിനെ അവകാശമാക്കുകയല്ല, നീ എവിടെ കാലിൽ വിട്ടുന്നോ ആ വാഴ്ത്തത്വം നിന്നിൽ കൂടെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുകയും. എത്ര പേര് വിശ്വസിക്കുന്നു? എന്നിൽ കൂടെ കർത്താവ് വാഴ്ത്തങ്ങളെ പുറത്തു കൊണ്ടുവരും. ഒരു കാര്യം ഉറപ്പാണ്, യോസഫ് ചെന്ന ഇടത്തെല്ലാം പ്രതിസന്ധി ഉണ്ടായിരുന്നു. ചില സ്വപ്നങ്ങളും വ്യാഖ്യാനങ്ങളും ദൈവകൃപയാൽ അവന് ദൈവം നൽകി കൊടുത്തു. ആമേൻ. പക്ഷേ ദൈവത്തിന്റെ സമയത്ത് അവൻ കണ്ട സ്വപ്നത്തിന്റെ ആമേൻ നിവർത്തി പദം ദൈവം അവൻ ജീവിതത്തിൽ ലഭ്യമാക്കി കൊടുത്തുവെങ്കിൽ വിശ്വാസത്തോടെ ദൈവമക്കൾ ചേർന്ന് പറയട്ടെ, ദൈവം എന്നോട് പറയപ്പെട്ടിരിക്കുന്ന ചില ദർശനങ്ങളുണ്ട് അല്ലേ? എന്റെ തലമുറയെ കുറിച്ചുള്ള ചില ദർശനങ്ങളുണ്ട്, എന്റെ കുടുംബത്തെ കുറിച്ചുള്ള ചില ദർശനങ്ങളുണ്ട്, എന്റെ ജോലി മേഖലകളെ കുറിച്ചുള്ള ദർശനമുണ്ട്, അതിലുപരി എന്റെ ആത്മമണ്ഡലത്തെ കുറിച്ചുള്ള ദർശനമുണ്ട്. വിശ്വസിക്കുക ദൈവമക്കളെ, നിശ്ചയമായും അത് നിവർത്തിയാകാൻ പോകുകയാണ്, നിശ്ചയമായും അത് നിവർത്തിയാകാൻ പോകുകയാണ്. പക്ഷേ ചില നിന്ദകളൊക്കെ വരും, ചില കീടങ്ങളൊക്കെ ജീവിതത്തിൽ വരും, ചില ഒറ്റപ്പെടലുകളൊക്കെ ജീവിതത്തിൽ വരും. വിശുദ്ധി നഷ്ടപ്പെടാതെ യോസഫിനെ പോലെ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ അപ്പനെ മാത്രം നോക്കി ഓടാൻ ഞാനും നിങ്ങളും തയ്യാറായ വചനം അവിടെ പറയുന്നു, നീ എന്റെ ഗൃഹത്തിന്, ആ വീണത് എല്ലാവരും പറഞ്ഞേ, നീ എന്റെ ഗൃഹത്തിന്, നീ എന്റെ ഗൃഹത്തിന്, നീ എന്റെ ഗൃഹത്തിന്, ഉറക്കം പറ, നീ എന്റെ ഗൃഹത്തിന്. അങ്ങനെയെങ്കിൽ എന്റെ ഗൃഹത്തിന് മേലധികാരിയായി ഭരണം നടത്തുന്ന പിശാചിനെ ഇന്ന് പകൽക്കാലം കരമുയർത്തി പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ ഭവനത്തിന്റെ അകത്ത് സമാധാനം വരുത്താതെ നിന്റെ ഗ്രാമീണ നന്മകളെ ചോർത്തിക്കൊണ്ടു പോകുന്ന എല്ലാം ഇരുട്ടിന്റെ പാരമ്പര്യത്തിന്റെ ദേശത്തിന്റെ സകല മേലധികാരികൾ വെച്ചു പുലർത്തുന്ന സകല ആധിപത്യങ്ങളും ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ ആ കുട്ടികൾ അതുകൊണ്ട് ദേശത്തിന്റെ അധികാരിയല്ല എന്റെ ഭവനത്തിന്റെ മേലധികാരി. ദർശനം കണ്ട, വെളിപ്പാട് കണ്ട, ദൈവശബ്ദം കേട്ട നിന്നെയാണ് കർത്താവ് നിന്റെ ഭവനത്തിന്റെ മേലധികാരിയായി കർത്താവ് നിയമിക്കാൻ പോകുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ടത്? അവൻ അങ്ങനെയെങ്കിൽ കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് നിന്റെ വാക്ക് എന്റെ ജനമല്ല. അവിടെ എന്താ രേഖപ്പെടുത്തിയത്? നിന്റെ വാക്ക്, നിന്റെ വാക്ക്, എന്റെ. ആ എന്റെ എന്നുള്ള പദം ആരാണ്? ആരാണ് വീട് പറയുന്നത്? നിന്റെ വാക്ക് ആരുടെ വാക്ക്? സ്വപ്നം കണ്ടവന്റെ വാക്ക്, പൊട്ടക്കിണറിൽ വീണവന്റെ വാക്ക്, നിന്ന ഏറ്റവന്റെ വാക്ക്, വിശുദ്ധി നഷ്ടപ്പെടാതെ ദൈവകൃപയിലേക്ക് ഓടിച്ചവന്റെ വാക്ക്, വാഴ്ത്തമുള്ളവന്റെ വാക്ക്, എന്റെ ജനത്തിന്. അമ്മേ ഒരു സ്വപ്നം പറഞ്ഞേ, എന്റെ ജനത്തിന്. ആർക്ക്? അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുക. ആ നിലവാരത്തിൽ നിൽക്കുന്ന ദൈവമക്കളെ, ഈ പട്ടണത്തിന്റെ ജനത്തിന് നിന്റെ വാക്ക് വിലയേറിയതാകാൻ പോകുകയാണ്. എങ്ങനെയാ? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ നാമത്താൽ അവൻ എന്ത് ചെയ്യാൻ പോകുകയാണ്? നിന്റെ നാവിൽ കൂടെ ഉയരപ്പെടുമ്പോൾ അത് പലർക്കും അത് അനുഗ്രഹമാകുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അവിടെ പറയുന്നത്, നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച്. നോക്കിക്കേ, നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം. സാധാരണക്കാരനായ ഒരു യുവാവ് നോക്കിക്കേ, കർത്താവ് കൊടുത്ത കൃപയല്ലേ. മിസ്രൈം ഫറവോന്റെ രാജ്യഭരണം, അവിടെയുള്ള മേച്ഛതകൾ, അവൻ ദൈവത്തെ അറിയാതെ പോകുന്ന ഒരു ഫലങ്ങൾ അവിടെയുള്ളത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ ആത്മാവ് അവിടെ ഓർമ്മപ്പെടുത്തുന്ന ഫലങ്ങൾ എന്താ? മിഥ്യ
അവൻ ധനങ്ങൾ, പൂജകൾ, ആഭിചാരകർമ്മങ്ങൾ ഒക്കെ സേവിച്ചു നിൽക്കുന്ന ഒരു ജനസമൂഹം, ജീവനുള്ള ദൈവത്തെ അവർ അനുസരിക്കാതെ പോകുന്ന ഒരു ജനസമൂഹം. ശ്രദ്ധിച്ച്, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭക്തന്റെ വാക്ക് ആര് കേൾക്കും? ഈ ജനസമൂഹം കേൾക്കും. അങ്ങനെയെങ്കിൽ ആത്മാവിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചോണം. ഞാൻ എന്റെ ദേശത്ത് വസിച്ച് കർത്താവിനെ സേവിച്ചു നിൽക്കുമ്പോൾ എന്റെ വാക്ക് ദേശത്തിലുള്ള ചിലർ കേൾക്കാൻ പോകുകയും അവരെന്തിനു പറയാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വന്തം അവരുടെ വാ തുറക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം സ്വപ്നക്കാരന് നമ്മോട് കൂടെയുള്ളത്, ദർശനത്തിന്റെ വ്യാഖ്യാനക്കാരന് നമ്മോട് കൂടെയുള്ളത്. അല്ലെങ്കിൽ കർത്താവിനോട് ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ യോഗ്യത കൊടുക്കുന്നത് കണ്ടോ? ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ ഒരു വിഷയത്തെ കൊണ്ടുവരിക. യോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ അവൻ ഒരിക്കലും ചിന്തിച്ചോ, ഈ കുഴിയിൽ കിടന്നുകൊണ്ട് എനിക്ക് യോഗ്യതയില്ലാത്തൊരു സീറ്റിൽ എനിക്ക് ഇരിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചോ? സ്വപ്നം എന്ന ഒരൊറ്റ വിഷയത്തിന്റെ മുന്നിലാണ് അവൻ ഈ കുഴി വന്നത്. അങ്ങനെയെങ്കിൽ ഓർത്തോണം, നിന്റെ വാറ്റത്വം എന്ന ചില വിഷയത്തിന്റെ മുന്നിലാണ് ചില പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അതുപോലെ എത്ര കുഴികൾ നിന്റെ ജീവിതത്തിൽ വന്നാലും ഈ സ്വപ്നത്തിന് നിവർത്തി വരുത്തിയ ഇസ്രായേലിന്റെ ദൈവം മിസ്രയീമിൽ ഫറവോന്റെ രാജ്യത്തിൽ അവനെ മാനിച്ചെങ്കിൽ നിന്നെ നട്ടിരിക്കുന്ന ദേശത്തും നിന്നെയും മാനിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്. എത്ര പേര് വിശ്വസിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കും? അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂതൻ നമ്മോട് സംസാരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 47-ാം വാക്യത്തിൽ ദൈവാത്മാവ് പറയുന്ന ആ ദൂതം ശ്രദ്ധിച്ചേ. എന്തായിരുന്നു? ഇനി മനുഷ്യ അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വെക്കുമെന്ന് എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കപ്പെടാൻ കഴിയും? എത്ര പേർക്ക് ആത്മാവിൽ കർത്താവിനെ ഒന്ന് വാഴ്ത്തുവാൻ കഴിയും? നോക്കിക്കേ, നിന്നെ എല്ലാവരും തള്ളി അങ്ങോട്ട് മാറ്റി നിർത്തിയാലും, എല്ലാവരും പഠിച്ചു നിർത്തിയാലും ഒരു കാര്യം ഉറപ്പാ, നീ നിന്റെ ഗ്രഹത്തിൽ വിശ്വസ്തനായി നിന്ന, സഭയിൽ നീ വിശ്വസ്തനായി നിന്ന, നിന്റെ ജോലി മേഖലയിൽ നീ വിശ്വസ്തനായി നിന്ന, തന്ന താലത്ത് അവിശ്വസ്തത കാണിക്കാതെ വ്യാപാരം ചെയ്യാൻ തയ്യാറായ ഒരു കാര്യം ഉറപ്പാണ്, നന്മ നമ്മളെ ലൈഫിൽ നൽകും. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവസഭയിലാകട്ടെ, ഭവനത്തിലാകട്ടെ, ജോലിയിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ അവിശ്വസ്തത കാണിക്കരുത്. വിശ്വസ്തരായി ദൈവത്തെ ഈ നാളുകളിൽ ആരാധിച്ച് കർത്താവ് തരുന്ന എല്ലാ നന്മകളും ഒരു കൈ കൊണ്ടല്ല, രണ്ട് കൈ കൊണ്ട് നീട്ടി സ്വീകരിച്ചു വാങ്ങിച്ച് അത് അനുഭവിച്ച് നീയും നിന്റെ കുടുംബവും ദേശത്ത് ചെയ്യണം, അനുഗ്രഹിക്കപ്പെടണം. അതുകൊണ്ട് ഭക്തൻ പറയുന്നത്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ പുറകെന്ന് പറഞ്ഞാട്ടെ, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്വന്തം ആ 47-ാം വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. അവിശ്വസ്തദാസൻ എന്നുള്ള ഒരു സബ്ജക്റ്റാണ് 45-ാം വാക്യം മുതൽ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ 47-ാം വാക്യത്തിൽ നാം വായിക്കപ്പെട്ടത് എന്തായിരുന്നു? അവനെ തനിക്കുള്ള സകലത്തിന്റെ മേലും യജമാനനാക്കി വെക്കും എന്ന് ഞാൻ നിന്നോട് സത്യമായി അവൻ പറയുന്നു. എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിനോട് ചേർന്ന് ദൈവമക്കൾ പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവേ, എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും ഞാൻ ദൈവസന്നിധിയിൽ എന്തായിരിക്കും? വിശ്വസ്തനായിരിക്കും. സ്വന്തം ദൈവസഭയിൽ ഞാൻ എന്തായിരിക്കും? ഉറക്കെ പറ, വിശ്വസ്തനായിരിക്കും. നാം കൊണ്ടുവന്നവർ ഉറക്കെ പറയട്ടെ, ഞാൻ ദൈവസന്നിധിയിൽ എന്തായിരിക്കും? വിശ്വസ്തനായിരിക്കും. അതുകൊണ്ട് കുർബാനത്തിൽ ദൈവാത്മാവ് ഒന്നുകൂടെ എന്ന് പറയുകയാണ്. എന്തായിരുന്നു കുർബാനത്തിൽ വായിച്ചേ? തന്റെ ഭവനത്തിൽ അവനെ കർത്താവായും, തന്റെ ഭവനത്തിൽ അവൻ കർത്താവായും, തന്റെ സർവ്വസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. സർവ്വസമ്പത്തിനും എന്ത് ചെയ്തിരിക്കുന്നു? അങ്ങനെയെങ്കിൽ എനിക്കൊരു അധിപതി ഉണ്ടെങ്കിൽ ആരാ? വീട്ടിലെ ഗൃഹനാഥനാണോ? നോ. ആമേൻ. നമ്മെ വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തുവാണ്. എനിക്കൊരു നാഥൻ ഉണ്ടെങ്കിൽ ആരാണ്? ആമേൻ. ആരാണത്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ അതിന്റെ 10-ാം വാക്യത്തിൽ നാം ചിന്തിച്ചു വന്ന അതേ തലത്തിൽ
നിന്നുകൊണ്ട് പരിശുദ്ധാത്മ ഒരു കാര്യം കൂടെ ഉണർത്തി പറയുക. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വേഗത്തിൽ വായിക്കുമല്ലോ. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച്. ആമേൻ പറഞ്ഞ നാവുകൾ കൊണ്ടുവന്നവർ വചനത്തോട് പ്രതികരിച്ചു തുടങ്ങുക, വചനത്തോട് അനുകൂലിച്ചു തുടങ്ങാനും മൗനമായിട്ടിരിക്കല്ലേ. എല്ലാവരും ഒന്ന് ചേർന്ന വചനം ഒന്ന് വായിച്ചേ സിസ്റ്ററെ, എല്ലാവരും ഒന്ന് ചേർന്ന് വായിച്ചേ. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന സകല സങ്കടങ്ങളിൽ നിന്നും സകല ദൈവമക്കളെ ശ്രദ്ധിക്കണേ. എന്നാൽ എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു. ആരോട്? അവിശ്വസ്തനോട് കൂടെയാണോ? അല്ല, വിശ്വസ്തനോട് കൂടെ ആയിരുന്നു. ദൈവമിരുന്നു. ഒരു താലന്ത് ലഭിച്ചവൻ എന്ത് ചെയ്യുന്നു? കൊണ്ട് പിടിച്ചിട്ടപ്പോൾ 2 കിട്ടിയവൻ ആമേൻ അത് വ്യാപാരം ചെയ്യാൻ തുടങ്ങിയതുപോലെ കർത്താവ് നൽകിയ കൃപ, ധനം, നന്മ സകലതും വിശ്വസ്തയോടുകൂടെ ഈ ദിവസങ്ങളിൽ നാം വ്യാപാരം ചെയ്യാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തണം. അത് ദൈവസന്നിധിയിൽ നിങ്ങൾ കാണിക്കുന്ന വിശ്വസ്തതയാണ്. ആമേൻ ഉപവസിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ മടി കാണിക്കരുത്. നിങ്ങൾ ഇരുന്ന് ഉപവസിക്കണം. ആമേൻ സുവിശേഷം മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പ്രസന്റ് ചെയ്യാൻ തമ്പുരാൻ കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ ആമേൻ അത് നിങ്ങൾ മൗനമായിട്ടിരിക്കരുത്. മറ്റുള്ളവരോട് ഷെയർ ചെയ്തോണം. അങ്ങനെയെങ്കിൽ കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ കൃപയ്ക്കൊത്തവണ്ണം ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവെ നടത്തും. അമ്മേ വചനത്തിന്റെ കാര്യം ഓർപ്പിക്കുകയാണ്. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഏതാണ്? അതേ ആത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേചനത്തിന്റെ ആത്മാവ്, പ്രവചനത്തിന്റെ ആത്മാവ്, അവൻ വീര്യ പ്രവൃത്തികൾ ചെയ്യുന്ന ആത്മാവ്, അവൻ അടയാളങ്ങൾ ചെയ്യുന്ന ആത്മാവ്, അവൻ സ്തോത്രം, അവൻ ഭാഷ വരങ്ങൾ നൽകുന്ന ആത്മാവ്. ഇതെല്ലാം അവൻ ആത്മവരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ആത്മാവ് എന്താണ്? ഒന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞാൻ വിശ്വസ്തനായി ദൈവത്തിന്റെ പാദപീഠത്തിന്റെ കടന്നു വന്നിരിക്കുമ്പോൾ എന്നെ എന്റെ ഭവനത്തിന് അധിപതിയാക്കി സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം എന്റെ ഭവനത്തിന്റെ അങ്കണത്തിലേക്ക് ഒന്ന് ഇറങ്ങി വന്ന് ചില ഇരുട്ടിന്റെ മേഖലകളെ തകർച്ചു കളയാൻ സ്വർഗത്തിലെ ദൈവം ഒരു അഭിഷേകം നമ്മുടെ മേൽ പകരാൻ ആഗ്രഹിക്കുമ്പോൾ ആത്മാവിന്റെ ദൈവം പ്രാർത്ഥിക്കാമോ? ആ കരമടിച്ച സമയം അതിന്റെ ഭാഷകളോട് ദൈവം പ്രാർത്ഥിക്കരുത്. നിന്റെ ഭവനത്തിന് മേൽ ആധിപത്യം നടത്തുന്ന, നിന്റെ തലമുറകളുടെ മേൽ ആധിപത്യം നടത്തുന്ന, നിന്റെ ജീവിതത്തിന് മേൽ ആധിപത്യം നടത്തുന്ന,